പാറുമായി കൊടിയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ചോരിയായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? ഇത് റോഡ് കൂടി വരുന്നേ ഉള്ളൂ. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത്. വഴിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്റെ വീടിന്റെ വഴിയാണ്. അതെ, പകുതി വണ്ടി റോഡിൽ നടക്കുന്നത്, റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി പോയി. ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. അപ്പൊ ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. വേറെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഭയങ്കരം തന്നെ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ആള് വീഡിയോ ഇട്ടു. അപ്പം ആ വീഡിയോയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാർ അറിയുന്നുള്ളൂ. അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. അത് ആള് ഇത്രയും റഷായിട്ട് സംസാരിച്ച് ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല. ആള് വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം. എന്നോട് പറഞ്ഞില്ല. ഞാൻ ആരാണോ? വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ മൗലികാവകാശ. അത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചോദിച്ചു, വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്, ഇതിനകത്ത് എന്തുവാന്ന് ഞാൻ ചോദിച്ചു. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. അത് പറഞ്ഞതിനാണ് ആൾ ഇത്രയും റഷായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിപ്പിച്ച് എനിക്കൊരു ഇതായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത്. ഇപ്പം എനിക്കൊരു കാരണം ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം അതിപ്പം അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പ്രൈവസിയാണ്, ഓക്കെ. അതൊരു വീടിന്റെ മുൻവശത്തല്ലായിരുന്നു കാണിക്കേണ്ടത്. വീടിന്റെ മുൻവശം ആയതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പല ഇവരോടൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന അങ്ങനത്തെ മോശകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിടിക്കുകയും അങ്ങനെ പറഞ്ഞു വിടുകയും വെട്ടി പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുള്ള സ്ഥലമാണിത്. നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ തെറ്റ് ചെയ്ത് എന്തോ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചതാ, ഞാനൊരു കാര്യം ചോദിച്ചു, എന്തിനാണ് വീടിന്റെ വഴിയിൽ മുന്നിൽ കൊണ്ട് ഇട്ടിട്ട് ഇതിനകത്ത് പോയി കാണിക്കുന്നത്? അത് കാണിക്കാൻ കൊള്ളാത്തത് ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ അത് ഇവിടെ വെച്ച് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട കാര്യം. ഞങ്ങൾ ആപ്പാട് 3 പേരെ ഉള്ളായിരുന്ന സമയത്ത് ആളിത് വീഡിയോ ഓൺ ചെയ്ത് സോഷ്യൽ മീഡിയ മൊത്തം വൈറലാക്കി സദാചാരം മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്ന രീതിക്കായി ഇപ്പം. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?